നിങ്ങളെ രമിച്ചേച്ചി മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കിനി അടുത്തിന് ഓണസദ്യക്ക് വേണ്ടി ഒരു രസം തയ്യാറാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. രസത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. 2 തക്കാളി വേണം. കുറച്ച് ചെറിയ ഉള്ളി ഞാൻ തോട് കളഞ്ഞു, ഒരു 8-10 ചെറിയ ഉള്ളി തോട് കളഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു ഉരുളൻ വെളുത്തുള്ളി അതും ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം, കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ കൂട്ടിലോട്ട് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഒരു 10 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിരിയ മുളകും സാധാ മുളകാണ്, പൊടിക്കാത്തതാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ പൊടിക്കാത്ത മല്ലി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾ, കുരുമുളക്, ജീരകം, കല്ലുപ്പ്, ചെറിയ ഉപ്പ്, കടുക്, കായം, കുടംപുളി, ഒരു 4-5 കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് തേങ്ങ വെള്ളം. ഒരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ തേങ്ങ വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരു 2 സ്പൂണ് പരിപ്പ്, സാമ്പാർ പരിപ്പാണ്. ആ സാമ്പാർ പരിപ്പ് കുക്കറിലെടുത്തിട്ട് ഒന്ന് വേവിച്ച് അതിൻ്റെ നീരെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ പരിപ്പിൻ്റെ ചാറാണിത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വെള്ളം വേണം, കടുക് താളിക്കാൻ വെളിച്ചെണ്ണയും വേണം. ഇനി നമുക്ക് ഈ തക്കാളി, ഈ ടൊമാറ്റോ, ഇതിന് നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം. കൈ കൊണ്ട് ഉടയ്ക്കണം, മിക്സിയുടെ ജാറിലിട്ടൊന്നും ഉടയ്ക്കരുത്. ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ ഉടച്ചെടുക്കണം. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കാണാം. ഇനി നമുക്ക് ഈ തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം. ഈ തക്കാളി നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഉടയ്ക്കണം. കഴിവതും നിങ്ങൾ ഈ രസത്തിന് വേണ്ടി നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത്. എന്നുവെച്ചാൽ അതാകുമ്പോൾ നമുക്ക് ഉടയ്ക്കുമ്പോൾ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടും. മിക്സിയുടെ ജാറിലൊന്നിട്ട് അടിക്കരുത്. അതാകുമ്പോൾ നല്ലതുപോലെ അങ്ങ് അരഞ്ഞു പോകും. നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കണം. ഇപ്പം തന്നെ ഏകദേശം ഉടഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള കൂട്ടുകൾ ചേർക്കണം. ഇത് 3 പിരിക മുളക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച മുളക് നമുക്ക് ചേർക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ പൊടിച്ച മുളക് ചേർക്കാതെ ഇതിങ്ങനെ ഒരു വെറൈറ്റി രസമല്ലേ, അങ്ങനെയാണ് ഞാനിത് പൊടിക്കാതെ. നമുക്ക് സുഖമായിട്ട് പൊടിച്ചത് ചേർക്കും, വേണ്ട. നമുക്കിതിങ്ങനെ ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. അതുപോലെ 3 സാധാരണ ഇനി ഒരു 2 ചെറിയ സ്പൂണ് മല്ലിയാണ് എടുത്ത് വെച്ചിരുന്നത്, പച്ചമല്ലിയാണ്. ഇത് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് പൊടിച്ചാൽ മതി. മുളകും മല്ലിയും ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി അടുത്തിന് നമുക്ക് ഇതിലോട്ട് ഉള്ളിയും ജീരകവും വെളുത്തുള്ളി ഇതിൽ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഈ വെളുത്തുള്ളിയും ഉള്ളിയും പൊടിക്കാനായിട്ട് എടുത്ത് ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കണം. ചെറിയ കുഞ്ഞ് സ്പൂണിൽ 2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നു. ഇതിനി ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ ചതച്ചെടുക്കണം. ഉള്ളിയും മുളകും മല്ലിയും ജീരകവും ഇതുപോലെ ചതച്ചെടുക്കണം. വേണ്ട, നമുക്ക് ഇടിയലിട്ടും ചതച്ചെടുക്കാം, അല്ലെങ്കിൽ അരകല്ലിലിട്ടും ചതച്ചെടുക്കാം. ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ട്, ഈ തക്കാളിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പം തന്നെ ഇത് ഇങ്ങനെ അരയ്ക്കുന്നത് നല്ല ഒരു പ്രത്യേക ഒരു മണം. ഇനി
ഇതിനാവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ കൂട്ടിലെത്തിക്ക് വേണ്ടി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം വേണം, അത് നമുക്ക് പിന്നെ ചേർത്തോളാം. ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ കുരുമുളക് ഒരു 1.5 സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തു. ഇത് പരിപ്പിൻ്റെ നീരാണ്, അത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ വെള്ളം പൊട്ടിച്ച് വെച്ചിരുന്നു, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ കുടംപുളി ഞാൻ ഒരു 4 കുടംപുളി എടുത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. നിങ്ങളെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കലക്കണം. പിന്നെ നമുക്കിത് കായം ചേർത്ത് കൊടുക്കണം. നല്ല മണമുള്ള കായമാണ്, ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ സ്പൂണിന് ഒരു 2.5 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കലക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇപ്പം വെള്ളം കൂടി വേണം, അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇത് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയിലയൊക്കെ ചേർക്കുന്നത് പ്രത്യേക ഒരു മണവും ഗുണവും ഇല്ല. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ചു വെച്ച് കൊടുക്കണം. സ്റ്റവ് കത്തിച്ച് ഇനി നമുക്ക് ഇതിലോട്ട് ഒരടപ്പ് വെച്ച് കൊടുക്കാം. അടപ്പ് നോക്കട്ടെ. ദിവസം നല്ലതുപോലെ തിളച്ച് ഒന്ന് കലക്കട്ടെ. കൊണ്ടുവന്ന് നോക്കട്ടെ. ഉപ്പെല്ലാം ഉണ്ട്, പാകത്തിന് ഉപ്പെല്ലാം ഉണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അണയ്ക്കാം. ഇനി നമുക്ക് കടുക് കാണിക്കാം. കണക്കിന് പുളിയെല്ലാം ഉണ്ട്, എരിവും പുളിയും എല്ലാം ഉണ്ട്. എരിവ് കുറച്ച് മതിയെന്നുള്ളവർ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. മുളക് പൊടി ചേർത്താലും മുളക് സാധാരണ പൊടിക്കാത്ത മുളകായിരുന്നു അതിനനുസരിച്ച് ചേർത്താൽ മതി. നമുക്കിപ്പോൾ മുളക് പൊടി വേണം, ഇത്തിരി എരിവ് വേണം. സംഭവം എന്ന് പറഞ്ഞാൽ ചോറ് കഴിച്ച് അവസാനം കഴിക്കുന്നതല്ലേ, അപ്പോൾ ഇത്തിരി പുളിയും എരിവും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ നല്ല രസമല്ലേ. ഈ പരിപ്പ് ഇപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുക്കറിലോട്ടൊന്ന് 2 വിസിൽ കേട്ടിട്ടാണ്. ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 സ്പൂണും പരിപ്പ് കൂടിയിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ തിളപ്പിച്ച് ആ 2 വിസിൽ കേട്ടപ്പോൾ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ചാറാണ് ആ വെള്ളമാണ് ഇതിന് രസത്തിന് വേണ്ടി എടുക്കുന്നത്. നമുക്കിപ്പം ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അതേപോലെ 2 സ്പൂൺ പരിപ്പെടുത്ത് കഴി ഈ രസത്തിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ രസവും തിളയ്ക്കും, അതും ശരിയായിരിക്കും. അതിൻ്റെ നീര് ഇതിൽ കിട്ടിക്കൊള്ളു. ഞാൻ മിക്ക ദിവസം ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ രസത്തിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ആ പരിപ്പങ്ങ് കഴുകിയിട്ട് കൊടുക്കും. ഇപ്പോൾ ആ പരിപ്പൊക്കെ പെട്ടെന്ന് വേകുന്നതല്ലേ, അതിൻ്റെ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. വെച്ചിട്ടുണ്ട്, നല്ലപോലെ ചൂടായി. ഇനി കടുക് വെക്കാൻ വേണ്ടിയുള്ള ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത്രയും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ എണ്ണ ഉണ്ട്, അത് കണക്കാക്കി ഒഴിച്ചാൽ മതി. എണ്ണ കൂടുതലും ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് ആവശ്യമുള്ളവർക്ക് കുറച്ച് മതി. നല്ലതുപോലെ ചൂടായി. ഇനി 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മതി.
ആവശ്യത്തിന് ചെറിയ ഉള്ളി. അത് നല്ലൊരു മണം ഈ ഉള്ളിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ. അതേപോലെ 2 കഷ്ണം വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേക ഒരു മണമാണത് ജീരകം ചേർക്കുമ്പോൾ. ഈ ഉറച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. രണ്ട് പച്ചമുളകും കൂടി കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റവ് അണയ്ക്കാം. ഇനി ഈ കൂട്ടെടുത്ത് രസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. രസത്തിലോട്ട് അങ്ങനെ രസം ഓണസദ്യക്കുള്ള രസം തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ രസമാണിത്. ഈ രസം നമുക്ക് ഇന്ന് ഉപയോഗിച്ചിട്ട് അടുത്ത ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് 2-3 ദിവസം വെച്ച് ഉപയോഗിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം.